എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. 5 വയസ്സുള്ളൊരു കുട്ടിയുടെ അളവിലാണ് ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 26 ഇഞ്ചാണ്. അതിൽ നിന്നും 9 ഇഞ്ചാണ് ഞാൻ ഈ ബോഡി പാർട്ടിൻ്റെ ഭാഗത്ത് എടുക്കുന്നത്. 9 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് 2 ഇഞ്ചാണ്. ഷോൾഡറിൻ്റെ വീതിയായിട്ട് 5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ ഭാഗത്തും ഞാൻ 5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം കൂടി 1/2 ഇഞ്ച് താഴ്ത്തി ചരിച്ച് വരച്ചെടുക്കാം. ബാക്ക് ആം ഹോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ചിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് വേണ്ടത് 25 ഇഞ്ചാണ്. അതിൻ്റെ 4/1 6.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ വേസ്റ്റ് റൗണ്ട് വേണ്ടത് 24 ഇഞ്ചാണ്. അതിൻ്റെ 4/1 6 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കർവ് ഷേപ്പ് വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് 4 ഇഞ്ചാണ്. ഒരു വി ഷേപ്പാണ് കൊടുക്കുന്നത്. അത് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നെറ്റിൻ്റെ കൂടെ സാറ്റിൻ മെറ്റീരിയലും കോട്ടൺ മെറ്റീരിയലുമാണ് ലൈനിങ് ഇടാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ബോഡി പാർട്ടിൻ്റെ വീതിയിൽ ചെറിയൊരു പീസ് സാറ്റിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് മുകളിൽ നെറ്റിൻ്റെ പീസ് വെച്ച് ഇതുപോലെ ചെറിയ ഞൊറിവുകളിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നെറ്റും സാറ്റൻ മെറ്റീരിയലും ഇതുപോലെ ചേർത്ത് വെച്ച് അതിൻ്റെ 4 സൈഡുകളും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കളർ നെറ്റ് വെച്ചാണ് ഞാൻ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും കൂടി ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പാർട്ടിൻ്റെ സൈഡ് ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്തത് സ്കേർട്ടിൻ്റെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രോക്കിന് ഫുൾ ലെങ്ത് വേണ്ടത് 26 ഇഞ്ചാണ്. അതിൽ നിന്നും 9 ഇഞ്ചാണ് യോക്ക് പാർട്ടിന് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള 17 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 18 ഇഞ്ച് ഇറക്കത്തിലാണ് സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. സ്കേർട്ടിൻ്റെ പോർഷനിലും ഞാൻ 2 കളർ നെറ്റ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലൈനിങ് ഞാൻ അംബ്രല മോഡലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായി തുണിയെ 2ആയി മടക്കിയതിന് ശേഷം ക്രോസായിട്ട് ഇതുപോലെ ഒന്നും കൂടെ മടക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ യോക്ക് പാർട്ട് വെച്ചിട്ട് അതേ അളവിൽ വരച്ചെടുക്കാം. ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
ഇനി നമുക്കിവിടെ ലൈനിങ്ങിൽ എത്ര ഇഞ്ച് ഇറക്കമാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തയ്യൽ തുമ്പോട് കൂടി 17 ഇഞ്ച് ലെങ്താണ് എടുക്കുന്നത്. അത് ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതേ അളവിൽ തന്നെ ഞാൻ കോട്ടൺ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കളർ നെറ്റുകളും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഫ്രിൽസ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് 2 ലൈനിങ്ങുകളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് ഫ്ലവറുകളും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.